ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമുക്കിന്നൊരു മലേഷ്യൻ ഷോപ്പിംഗ് ഹാൾ ആയാലോ? ഞങ്ങൾക്ക് റീസെൻ്റ്ലി ഒരു ലങ്കാവി KL ട്രിപ്പ് ഉണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ അവിടെ നിന്ന് രണ്ടും കുറച്ചധികം പ്രൊഡക്ട്സ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണെന്ന് കണ്ടാലോ? ആദ്യം തന്നെ ഞാൻ ഇതിലുള്ള വലിയ പ്രൊഡക്ട്സ് കാണിച്ചു തരാം കേട്ടോ. ലബൂബുവിന് ശേഷം ഇവിടെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു സാധനമായിരുന്നു ക്യാപ്പിബാറ. എവിടെ നോക്കിയാലും ക്യാപ്പിബാറയുടെ ബാഗ്സ്, ചാംസ്, പെന്ന്, ഇറേസർ എല്ലാം ക്യാപ്പിബാറയാണ്. അങ്ങനെ ഞാൻ എനിക്ക് ഒരെണ്ണം മേടിച്ചു, പിന്നെ പാറൂനും ഒരെണ്ണം മേടിച്ചിട്ടുണ്ട്. 2 ക്യാപ്പിബാറ ബാഗാണ്. ഇത് ബിലോ 15 ആണ്, എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല, 13-15 റിങ്കറ്റ് ആണ് ആയത്. ഇത് നമുക്ക് സൈഡ് ബാഗ് ആയിട്ട് യൂസ് ചെയ്യാം, പിന്നെ ഷോൾഡർ ബാഗ് ആയിട്ടും യൂസ് ചെയ്യാം കേട്ടോ. 2 സൈഡും ഇടാം. അങ്ങനെ മേടിച്ചാണ്. ഇത് നിൻസോ എന്ന് പറഞ്ഞൊരു ഷോപ്പുണ്ട്. നിങ്ങൾ ബാത്തു കേവ്സിൽ പോകുന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് തിരിച്ചു വരുന്ന വഴിക്ക് ആണെങ്കിൽ, കറക്റ്റ് ലൊക്കേഷൻ അറിയില്ല, പക്ഷേ നിൻസോ എന്നാണ് ആ ഷോപ്പിന്റെ പേര്. 2 റിങ്കറ്റ് മുതൽ സകലമാന സാധനങ്ങളും അവിടെ കിട്ടും. അപ്പോൾ നിങ്ങൾ പറ്റുകയാണെങ്കിൽ ഒന്ന് അവിടെ പോവുക. എൻ്റെ മിക്ക പ്രൊഡക്ട്സും ഞാൻ അവിടെ നിന്നാണ് കേട്ടോ മേടിച്ചത്. ഇങ്ങനത്തെ ഹെയർ ക്ലിപ്സ് ആണ്, ചെറുത്, നമ്മളുടെ ഒരു ക്രാബ് എന്നൊക്കെ പറയില്ല, അതുപോലത്തെ കുഞ്ഞി ക്ലിപ്സ് ആണ്. ഇത് ഞാൻ വാവയ്ക്കും പാറുവിനും വേണ്ടി മേടിച്ചതാണ് കേട്ടോ. ഇതിന് അയക്കുന്നത് 2.80, 2 റിങ്കറ്റും 80 സെന്റും ആണ് ഈ രണ്ട് ഇതിനുമായത്. ഒരെണ്ണത്തിൽ 4 എണ്ണം വെച്ച് വരുന്നുണ്ട്. ഇതിൻ്റെ ഒരെണ്ണം വാവ എടുത്ത് കളഞ്ഞു. പിന്നെ ഇങ്ങനത്തെ കുറച്ചധികം ഫേസ് മാസ്കുകൾ മേടിച്ചിട്ടുണ്ട്. ഇപ്പോൾ കവറിൽ എവിടേക്കോ കിടപ്പുണ്ട്. ഇങ്ങനത്തെ കുറച്ചധികം ഫേസ് മാസ്കുകൾ മേടിച്ചു. പിന്നെ ഇത് കണ്ടോ, ഞാൻ ഈ കൺസീലറൊക്കെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് കുഞ്ഞ് സ്പോഞ്ച് ഇല്ലേ, ഇങ്ങനെ ഡാബ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതിനും 2 റിങ്കറ്റും 40-60 സെന്റ് ആണ്. പിന്നെ ഇങ്ങനത്തെ കോമ്പുകൾ, ഇതിൽ 8 എണ്ണം ഉണ്ടായിരുന്നു, കുറച്ച് 4 എണ്ണം വാവ കൊണ്ടുപോയി. ദെൻ അധികവും ഹെയർ ആക്സസറീസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ മേടിച്ചത്. ഇതിൻ്റെ തന്നെ ഒരു ബ്ലാക്കും കൂടെ ഉണ്ട്. ഇതും 2 റിങ്കറ്റും 60 സെന്റും ആണ്. നമ്മുടെ നാട്ടിൽ ഇത് നല്ല റേറ്റിനാണ് കിടക്കുന്നത്. ഞാൻ വെറുതെ ഒന്ന് ഫസ്റ്റ് ക്രൈയിൽ നോക്കിയിട്ടുണ്ടായിരുന്നു. ഇതിൽ 3 ഹെയർ ടൈസ് ഉണ്ട് കേട്ടോ. ഇങ്ങനത്തെ 2 എണ്ണവും, പിന്നെ ഈ ഒരു മുത്തും അടിയിലൊരു ട്യൂലിപ്പ് ഫ്ലവർ പോലെ ആയിട്ടുള്ളതും ബ്ലാക്കും. ഇത് പല കളറും ഉണ്ട്. ഞാൻ പിന്നെ എല്ലാ ഡ്രസ്സിനും എന്ന് പറഞ്ഞിട്ട് ബ്ലാക്ക് ഒരെണ്ണം എടുത്താണ്. ഇത് പിന്നെ വേറെ കളറൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഈ ഒരു കളർ എനിക്ക് ഇഷ്ടപ്പെട്ടു, അങ്ങനെ ഇതെടുത്തു. ഇത് രണ്ടും ഞാൻ എനിക്ക് എടുത്തതാണ് കേട്ടോ. വീണ്ടും ഹെയർ ആക്സസറീസ് ആണ്. ഇത് പാറുവിന് സ്കൂളിലേക്ക് ഇടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതും 2 റിങ്കറ്റ് ആ ഒരു റേഞ്ചിൽ തന്നെയാണ് വരുന്നത്. ഈ ഒരു സെറ്റ് കണ്ടോ, ഇതിൽ ഒരുപാട് എണ്ണം ഉണ്ട്, ബ്രൗണിന്റെ പല ഷെയ്ഡ്സ്. പാറുവിന് ഈ മാലയും ബ്രേസ്ലെറ്റും ഇല്ല, ഇങ്ങനത്തെ മുത്തിന്റെ, അത് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അവൾ കുറേ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം എൻ്റെ കയ്യിൽ ഇത് രണ്ടും മാത്രമേ കിട്ടിയിട്ടുള്ളൂ, ഒരു ബ്രേസ്ലെറ്റും ഒരു മാലയും. പിന്നെ അഗെയിൻ പാറു മേടിച്ചതാണ്, അവളുടെ സ്റ്റഡി ടേബിളിലേക്ക് മിനി ഡസ്റ്റ്ബിൻ മേടിച്ചതാണ്. നല്ല ക്യൂട്ടായിട്ടുണ്ട്. ഇതും പല കളർ ഉണ്ട് കേട്ടോ, പർപ്പിള്, ബ്ലൂ, പിങ്ക്. അവളൊരു പിങ്കുട്ടിയാണ്, എന്ത് മേടിച്ചാലും പിങ്കാ മേടിക്കുക. അങ്ങനെ പിങ്ക് മേടിച്ചിട്ടുണ്ട്. ഫേക്ക് നെയിൽസ് കണ്ടോ, എക്സാക്റ്റ് നമ്മൾ നെയിൽ എക്സ്റ്റൻഷൻസ് ഒക്കെ വെക്കില്ലേ, അതുപോലത്തെ സലൂണിൽ പോയിട്ട് വെക്കില്ലേ, അതുപോലെ തോന്നുന്ന ഫേക്ക് നെയിൽസ് ആണ്. ഇതും 2 റിങ്കറ്റും 60 സെന്റും ആണ് കേട്ടോ ഉണ്ടായിരുന്നത്. പിന്നെ എൻ്റെ മേക്കപ്പ് ഐറ്റംസ് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലൊരു സ്റ്റോറേജ് ബോക്സ് മേടിച്ചിട്ടുണ്ട്. നമുക്ക് മേക്കപ്പ് ബ്രഷസും ലിപ്സ്റ്റിക്കും കാര്യങ്ങളൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ നിൻസോ എന്നാണ്. അവിടെ അധികം 2 റിങ്കറ്റും 60 സെന്റും അതിൻ്റെ താഴെയായിട്ടുള്ള പ്രൊഡക്റ്റുകളാണ് കേട്ടോ. ഇത് ഞാൻ സോൾട്ടൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് മേടിച്ചൊരു ബോട്ടിലാണ്. ഇതിൻ്റെ ഉള്ളിൽ വാവ എൻ്റെ ഒരു ബ്രേസ്ലെറ്റ് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇത് അപ്പോൾ ഇങ്ങനത്തെ സ്പൂൺ അടക്കം വരുന്നത് ഗ്ലാസിൻ്റെ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ സോൾട്ട് ഇട്ട് വെക്കാൻ മേടിച്ചതാണ്. പിന്നെ ഒരു ട്രാൻസ്പാരൻറ്റ് ബ്രാ സ്ട്രാപ്പ് കേട്ടോ, നമുക്ക് സ്ലീവ്ലെസ് ഡ്രസ്സൊക്കെ ഇടുമ്പോൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ ഒരു സംഭവം മേടിച്ചിട്ടുണ്ട്. ദെൻ ഈ ഒരു സെറ്റ് കമ്മലും, പിന്നെ ട്രെൻഡിങ്ങിലായിക്കൊണ്ടിരിക്കുന്ന ചെറിയുടെ ഒരു നെക്ലേസും ഇയറിംഗും ആയിട്ട് സെറ്റ് വരുന്നതാണ് കേട്ടോ. ഇത് രണ്ടും അത്ര ക്വാളിറ്റി ഉണ്ടാവില്ല, രണ്ടും 2 റിങ്കറ്റും 80 സെന്റും ഉള്ള സാധനമാണ്. അതിൻ്റെ ക്വാളിറ്റി ഉണ്ടാവുള്ളൂ. വേർപ്പൊക്കെ തട്ടിക്കഴിഞ്ഞാൽ എന്തായാലും കളർ പോകും. ഞാൻ പിന്നെ വീഡിയോ ഒക്കെ ചെയ്യുമ്പം ഒന്ന് മാറിയിടാലോ എന്ന് വിചാരിച്ച് മേടിച്ചതാണ്. ഈ ഒരു കവർ നിറയെ എൻ്റെ കുഞ്ഞു കുഞ്ഞു കമ്മലുകളാണ് കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനങ്ങളാണ് കമ്മല്, ജ്വല്ലറിയിൽ കേട്ടോ. വേറൊന്നും ഞാൻ അങ്ങനെ വാങ്ങാറില്ല. ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. നല്ല ക്യൂട്ടായിട്ടുള്ള കുറച്ച് ഇങ്ങനെ സെറ്റായിട്ട് വരുന്നതാണ് കേട്ടോ. ഇതൊക്കെ ഈ ഒരു പാക്കറ്റിന് 5 റിങ്കറ്റ് വെച്ചിട്ടാണ്. അങ്ങനെ 3 എണ്ണം മേടിച്ചു. പിന്നെ ലൊവീസേന്ന് ഈ ഒരു സെറ്റ് കമ്മൽ, ഇത് കാണാൻ ഭംഗിയുണ്ടെങ്കിലും ഇട്ടപ്പോൾ എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ അവിടെ നിന്ന് നമുക്ക് ട്രയൽ ചെയ്യാൻ പറ്റില്ല. 10 റിങ്കറ്റ് കണ്ടപ്പോൾ മേടിച്ചതാണ്. ഈ കവറിൽ കുറച്ച് ബ്രേസ്ലെറ്റ് സെറ്റാണ് കേട്ടോ. ഇത് ഞാൻ ലങ്കാവിന്ന് മേടിച്ചതാണ്. ഇതും ഈ ഒരു ബ്രേസ്ലെറ്റും ഞാൻ ലങ്കാവിന്ന് മേടിച്ചാണ്. ലങ്കാവിന്ന് വേറെ ഒന്നും മേടിച്ചിട്ടില്ല, അത് രണ്ടും മാത്രമേ മേടിച്ചിട്ടുള്ളൂ. ബാക്കിയെല്ലാം ഞാൻ KL നിന്നാണ് കേട്ടോ മേടിച്ചത്. പിന്നെ ഒരു ഇങ്ങനത്തെ ഒരു ബ്രേസ്ലെറ്റ് മേടിച്ചിട്ടുണ്ട്, നല്ല രസമുണ്ടല്ലേ.
ഇത് തന്നെ നമുക്ക് മാലയാക്കിയിട്ടും വേണമെങ്കിൽ ഇടാം. ഞാൻ എൻ്റെ ഒരു വീഡിയോയിൽ അങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. കൊള്ളാം. ലിക്വിഡാണ്, ബബിൾ ലിക്വിഡാണ്. ഇത് 5 റിങ്കറ്റ് ആയിരുന്നു ഒന്നിന്. ഇതും നിൻസോന്നാണ് മേടിച്ചത്. ഇത് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ബീച്ചിൽ പോവാറുണ്ട്. അപ്പോൾ അവിടെ അവർ കുറേ പേര് കുഞ്ഞു പാത്രത്തിൽ കുറച്ച് ലിക്വിഡ് ഒഴിച്ചിട്ട് തരും. അതിന് 5 റിങ്കറ്റോ 7 റിങ്കറ്റോ എങ്ങാനാണ്. അപ്പോൾ നമ്മൾ ഇത് കണ്ട് മേടിച്ചതാണ്. ഇനി പോകുമ്പോൾ കൊണ്ടുപോകണം. ഇത് രണ്ടും മക്കളെ കാണിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഇപ്പോഴും ട്രിപ്പ് കഴിഞ്ഞ് ഇത്രയും ദിവസമായി ഇപ്പോഴും ഇത് ഇങ്ങനെ തന്നെ ഇരിക്കുന്നത്. ഇത് ലങ്കാവിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ. അവിടുന്ന് ഫ്രിഡ്ജ് മാഗ്നറ്റ് ഒക്കെ വാങ്ങണമെന്നുണ്ടായിരുന്നു, പക്ഷെ മറന്നുപോയി. ഇത് മാത്രമാണ് കണ്ടത്. ഒരു ചെറിയൊരു ഒരു ഓഷ്യൻ ഒക്കെ ഇതിൻ്റെ ഉള്ളിലുണ്ട്. കുറച്ച് ശംഖും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയില്ലേ. അങ്ങനെ ഇത്രയും സാധനങ്ങളാണ് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയിൽ കാണാം. ടാറ്റാ.